ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പ് ഇന്ത്യ സഖ്യത്തിന്റെ സ്ഥാനാർത്ഥിയെ ഇന്നറിയാം. ISRO മുൻ ഡയറക്ടർ N. അണ്ണാദുരൈയുടെ പേര് പരിഗണനയിൽ ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പ് ചർച്ച ചെയ്യാൻ NDA പാർലമെന്ററി പാർട്ടി ഇന്ന് യോഗം ചേരും. വാർത്തയുടെ വിശദാംശങ്ങളുമായി KC ഉണ്ണികൃഷ്ണൻ ചേരുന്നു. KC ഉണ്ണികൃഷ്ണൻ, ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ ദിവസമാണ് NDA സ്ഥാനാർത്ഥിയെ തിരഞ്ഞെടുത്തത്. ഇന്ന് ഇന്ത്യ സഖ്യത്തിന്റെ സ്ഥാനാർത്ഥിയെ അറിയാം. ISRO മുൻ ഡയറക്ടർ N. അണ്ണാദുരൈയുടെ പേര് പരിഗണനയിലുണ്ട്. മറ്റാരുടെയെല്ലാം പേരുകളാണ് പരിഗണനയിലുള്ളത്? വിശദാംശങ്ങൾ. തീർച്ചയായും ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പ് ഒരു മത്സരത്തിലേക്ക് തന്നെ പോകുന്നതെന്ന് തന്നെയാണ് എടുത്തു പറയുന്ന കാര്യം. എന്തായാലും ഒരു മത്സരം തന്നെ കാഴ്ചവെക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് ഇന്ത്യ മുന്നണിയും ഉള്ളത്. എന്തായാലും ഇന്ത്യ മുന്നണി ഇന്ന് സ്ഥാനാർത്ഥി പ്രഖ്യാപിക്കുമെന്ന് തന്നെയാണ് ഈ ദിവസത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദേശീയ തലത്തിൽ നിന്നുള്ള ഒരു വാർത്ത എന്ന രീതിയിൽ പറയാൻ കഴിയുന്ന ഒരു കാര്യം. എന്തായാലും ഉച്ചയ്ക്ക് മല്ലികാർജ്ജുൻ ഖാർഗെയുടെ നേതൃത്വത്തിൽ, കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയുടെ നേതൃത്വത്തിൽ അദ്ദേഹത്തിന് വസതിയിൽ ചേരുന്ന യോഗത്തിന് ശേഷമാകും ഈ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുക. കൂടാതെ പ്രധാനപ്പെട്ട നേതാക്കൾ, മമതാ ബാനർജി അടക്കമുള്ള നേതാക്കൾ അഭിപ്രായം കൂടി അറിഞ്ഞ ശേഷമാകും സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉണ്ടാകുക എന്നാണ് അറിയാൻ കഴിയുക. എന്തായാലും പ്രധാനമായും മുന്നോട്ട് വെക്കുന്നൊരു പേര് ISRO മുൻ ശാസ്ത്രജ്ഞൻ കൂടിയായ M. അണ്ണാദുരൈയുടെ പേരാണ് മുന്നോട്ട് വെക്കുന്നത്. അതോടൊപ്പം തന്നെ തൃച്ചി ശിവ അടക്കമുള്ള DMK നേതാക്കളുടെ പേരും ഈ സ്ഥാനാർത്ഥിയായി, അല്ലെങ്കിൽ സ്ഥാനാർത്ഥിയുടെ വൈസ് പ്രസിഡന്റ് സ്ഥാനാർത്ഥിയുടെ പേരിലേക്ക് വരുമ്പോൾ ഉണ്ട് എന്നതാണ് എടുത്തു പറഞ്ഞ കാര്യം. എന്തായാലും ഈ തെരഞ്ഞെടുപ്പിൽ ഒരു ശക്തമായൊരു മത്സരം കാഴ്ചവെക്കുക എന്ന ലക്ഷ്യം തന്നെയാണ് ഇന്ത്യ മുന്നണിക്ക് ഉള്ളത്. കൂടാതെ നേരത്തെ NDA സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിരുന്നു. CP രാധാകൃഷ്ണൻ, തമിഴ്നാട്ടിൽ നിന്നുള്ള CP രാധാകൃഷ്ണനെയാണ് സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചിരുന്നത്. അതോടൊപ്പം തന്നെ ഇന്ന് NDAയുടെ നിർണായകമായ പാർലമെന്ററി പാർട്ടി യോഗം ചേരുന്നുണ്ട്. ആ യോഗത്തിൽ ഈ ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പ് ചർച്ചയാകുമെന്നതാണ് എടുത്തു പറയുന്ന കാര്യം. എന്തായാലും വളരെ നിർണായകമായൊരു തെരഞ്ഞെടുപ്പ് തന്നെ എന്ന രീതിയിലേക്ക് ഇത് മാറുന്നതെന്നാണ് പറയേണ്ടത്. എന്തായാലും ഇന്ത്യ മുന്നണി വിട്ടുവീഴ്ചയ്ക്കില്ല എന്ന് തന്നെയാണ് ഇതിലൂടെ വ്യക്തമാക്കുന്നത്. ഒരു മത്സരം തന്നെ കാഴ്ചവെക്കുമെന്ന ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് ഇന്ത്യ മുന്നണി ഉള്ളത്. നേരത്തെ ഈ CP രാധാകൃഷ്ണൻ പിന്തുണ തേടി രാജ്നാഥ് സിംഗ് തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിനുമായി സംസാരിച്ചിരുന്നു. തങ്ങൾക്ക് പിന്തുണ വേണം എന്നൊരു കാര്യം DMKയോട് ആവശ്യപ്പെട്ടിരുന്നു. പക്ഷേ ഇന്ത്യ മുന്നണിയിൽ നിന്നുള്ള ഒരു പാർട്ടി എന്ന നിലയിൽ ഞങ്ങൾക്ക് പിന്തുണ നൽകാൻ കഴിയില്ല എന്നാണ് MK സ്റ്റാലിൻ അറിയിച്ചത്. എന്തായാലും ഇന്ത്യ മുന്നണി ഒറ്റക്കെട്ടായി തന്നെ ഉണ്ട് എന്നത് തന്നെയാണ് ഇതിൽ നിന്നും വ്യക്തമാകുന്ന ഒരു കാര്യം. എന്തായാലും ഇന്ത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥി ഇന്ന് ഉണ്ടാകുന്നത് തമിഴ്നാട്ടിൽ നിന്നുള്ള ആൾ തന്നെയാകാനുള്ള ഒരു സാധ്യത ഉണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. നേരത്തെ DMK ഇക്കാര്യം ആവശ്യപ്പെട്ടിരുന്നു. ഉപരാഷ്ട്രപതി സ്ഥാനാർത്ഥി തമിഴ്നാട്ടിൽ നിന്നുള്ള ആളാവണമെന്നൊരു ആവശ്യം DMK മുന്നോട്ട് വെച്ചിരുന്നതായും റിപ്പോർട്ടുകളുണ്ട്. എന്തായാലും ഈ തമിഴ്നാട്ടിൽ നിന്നുള്ള സ്ഥാനാർത്ഥി മുൻനിർത്തി DMKയുടെ അല്ലെങ്കിൽ അത്തരത്തിലൊരു പിന്തുണ തരാനുള്ള ലക്ഷ്യം കൂടി NDAക്ക് ഉണ്ടായിരുന്നതും എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. എന്തായാലും വളരെ നിർണായകമായ ഒരു സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഇന്ന് ഇന്ത്യ മുന്നണിയുടെ ഭാഗത്തു നിന്നുണ്ടാകും. ശക്തമായ രീതിയിൽ തന്നെ ഒരു തെരഞ്ഞെടുപ്പ് കാഴ്ചവെക്കുക എന്ന് തന്നെയാണ് ഇന്ത്യ മുന്നണി ലക്ഷ്യമിടുന്നത്. അതോടൊപ്പം തന്നെ ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ചർച്ചകൾക്ക് ഇന്ന് ഡൽഹിയിൽ NDA പാർലമെന്ററി പാർട്ടി യോഗം ചേരുന്ന യോഗത്തിൽ CP രാധാകൃഷ്ണൻ പങ്കെടുക്കുമെന്നും അറിയുന്നുണ്ട്. എന്തായാലും വളരെ നിർണായകമായ ഒരു തെരഞ്ഞെടുപ്പിലേക്ക് തന്നെ ഈ ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പ് പോകുന്നു എന്നതാണ് പറയേണ്ടത്. എന്താ ശരി, വ്യക്തമാണ്. KC ഉണ്ണികൃഷ്ണനാണ് വിവരങ്ങൾ പങ്കുവച്ചത്.